നിവർത്തന പ്രക്ഷോഭവും പുന്നപ്ര വയലാർ സമരവുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് നിവർത്തന പ്രക്ഷോഭം? നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932 തിരുവിതാംകൂറിൽ നിയമസഭയിലും സർക്കാർ നിയമനങ്ങളിലും ന്യായമായ പ്രാതിനിധ്യം ലഭിക്കാൻ ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം സമുദായങ്ങൾ സംഘടിച്ച് നടത്തിയ സമരമാണ് നിവർത്തന പ്രക്ഷോഭം. എന്താണ്? തിരുവിതാംകൂറിൽ നിയമസഭയിലും സർക്കാർ നിയമനങ്ങളിലും ന്യായമായ പ്രാതിനിധ്യം ലഭിക്കാൻ ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം സമുദായങ്ങൾ സംഘടിച്ച് നടത്തിയ സമരമാണ് നിവർത്തന പ്രക്ഷോഭം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുവാൻ തിരുവിതാംകൂറിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭം ഏത്? ഒരു PYQ ആണ്. പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുവാൻ തിരുവിതാംകൂറിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കാൻ തിരുവിതാംകൂറിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. നെക്സ്റ്റ്, നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ്? നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് സംയുക്ത രാഷ്ട്രീയ സമിതി. നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് സംയുക്ത രാഷ്ട്രീയ സമിതി. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷമാണ് 1932 ഡിസംബർ 17. നിവർത്തന പ്രക്ഷോഭം 1932 ഡിസംബർ 17. അപ്പോൾ നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് സംയുക്ത രാഷ്ട്രീയ സമിതി. നിവർത്തന പ്രക്ഷോഭം 1932 ഡിസംബർ 17. ഇനി നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയാന്ന് നോക്കാം. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയാന്ന് നോക്കാം. ആരൊക്കെയാണ്? NV ജോസഫ്. ആരൊക്കെയാണ്? NV ജോസഫ്, TM വർഗീസ്, C കേശവൻ, PK കുഞ്ഞു. ആരൊക്കെയാണ്? NV ജോസഫ്, TM വർഗീസ്, C കേശവൻ, PK കുഞ്ഞു. ഇപ്പോൾ തന്നെ പഠിക്കുക. NV ജോസഫ്, TM വർഗീസ്, C കേശവൻ, PK കുഞ്ഞു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്ത വ്യക്തി ആര് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ നേതാക്കന്മാരുടെ പേര് വളരെ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ആരൊക്കെയാണ് പ്രമുഖ നേതാക്കൾ? NV ജോസഫ്, TM വർഗീസ്, C കേശവൻ, PK കുഞ്ഞു. നെക്സ്റ്റ്, നിവർത്തനം എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? നിവർത്തനം എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവാണ് IC ചാക്കോ. നിവർത്തനം എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് IC ചാക്കോ. നെക്സ്റ്റ്, നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രം. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രം എന്നറിയപ്പെടുന്നത് കേരള കേസരിയാണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രം എന്നറിയപ്പെടുന്നത് കേരള കേസരി. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രമാണ് കേരള കേസരി. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വ എന്നറിയപ്പെടുന്നത് കേരള കേസരിയാണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വ എന്നറിയപ്പെടുന്നത്. ഏതാണ്? കേരള കേസരി. നെക്സ്റ്റ്, PSCയുടെ രൂപീകരണത്തിനും കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിനും കാരണമായ പ്രക്ഷോഭം ചോദിച്ചാൽ ഏതാണ്? നിവർത്തന പ്രക്ഷോഭമാണ്. PSCയുടെ രൂപീകരണത്തിനും കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിനും കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട C കേശവൻ നടത്തിയ കോഴഞ്ചേരി പ്രസംഗം നടന്ന വർഷം. നെക്സ്റ്റ്, നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് C കേശവൻ നടത്തിയ കോഴഞ്ചേരി പ്രസംഗം നടന്ന വർഷം 1935. അപ്പോൾ കോഴഞ്ചേരി പ്രസംഗം ഏതുമായി ബന്ധപ്പെട്ടതാണ്? നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്. കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? C കേശവൻ. വർഷം നോട്ട് ചെയ്യുക, 1935. ഓക്കെ. നെക്സ്റ്റ്, 1936 തിരുവിതാംകൂറിൽ രൂപീകൃതമായ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് GD നോക്സ്. 1936 തിരുവിതാംകൂറിൽ, ആ ഡേറ്റ് ഓർക്കുക, വർഷം ഓർക്കുക, 1936 തിരുവിതാംകൂറിൽ രൂപീകൃതമായ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് GD നോക്സ്. നെക്സ്റ്റ്, തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർക്ക് സംയുക്ത രാഷ്ട്രീയ സമിതി നിവേദനം സമർപ്പിച്ച വർഷം ചോദിക്കും.
ചോദിച്ചാൽ ഏത് വർഷം? 1933. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യർക്ക്, ദിവാൻ്റെ പേര് നോട്ട് ചെയ്യുക, സർ സി പി രാമസ്വാമി അയ്യർക്ക് സംയുക്ത രാഷ്ട്രീയ സമിതി നിവേദനം സമർപ്പിച്ചത് 1933. ഒരു കാര്യം കൂടെ പഠിക്കുക, കേരള PSCയുടെ ആദ്യ ചെയർമാനാണ് VK വേലായുധൻ. കേരള PSCയുടെ ആദ്യ ചെയർമാനാണ് VK വേലായുധൻ. അപ്പോൾ നമ്മൾ പറഞ്ഞത് നിവർത്തന പ്രക്ഷോഭം തിരുവിതാംകൂറിലെ നിയമസഭയിലും സർക്കാർ നിയമനങ്ങളിലും ന്യായമായ പ്രാതിനിധ്യം ലഭിക്കാൻ ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം സമുദായങ്ങൾ സംഘടിച്ച് നടത്തിയ സമരമാണ് നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്, ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങളിത് നോട്ട് ചെയ്യാം. നിവർത്തന പ്രക്ഷോഭ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത് C. കേശവനാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. നിവർത്തന പ്രക്ഷോഭ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത് C. കേശവനാണ്. വേറൊരു ക്വസ്റ്റ്യൻ, കേരളത്തിൽ തുടർന്നു വരുന്ന സാമുദായിക സംവരണം ഏത് പ്രക്ഷോഭത്തിൻ്റെ ഫലമാണ്? കേരളത്തിൽ തുടർന്നു വരുന്ന സാമുദായിക സംവരണം ഏത് പ്രക്ഷോഭത്തിൻ്റെ ഫലമാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. നെക്സ്റ്റ്, നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംഘടന. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംഘടനയാണ് ഓൾ ട്രാവൻകൂർ ജോയിൻറ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ്. ഓൾ ട്രാവൻകൂർ ജോയിൻറ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ്. നെക്സ്റ്റ്, തിരുവിതാംകൂറിൽ സർക്കാർ നിയമനങ്ങളിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനായി നിയമിക്കപ്പെട്ട സ്പെഷ്യൽ ഓഫീസറാണ് ഡോക്ടർ GD നോക്സ്. തിരുവിതാംകൂറിൽ സർക്കാർ നിയമനങ്ങളിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനായി നിയമിക്കപ്പെട്ട സ്പെഷ്യൽ ഓഫീസറാണ് ഡോക്ടർ GD നോക്സ്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട അവിശ്വാസ പ്രമേയത്തിന് വിധേയനായ നേതാവ് ചോദിച്ചാൽ TM വർഗീസാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. നെക്സ്റ്റ് പുന്നപ്ര വയലാർ സമരമാണ്. വർഷം 1946, 1946. അപ്പോൾ അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ ഭരണം എവിടെ? തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ CP രാമസ്വാമി അയ്യർക്കെതിരെ, ആർക്കെതിരെയാണ്? സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. വർഷവും ഡേറ്റും ഓർത്തിരിക്കുക, 1946 ഒക്ടോബർ 24 മുതൽ 27 വരെ ആയിരുന്നു ഏത്? പുന്നപ്ര വയലാർ സമരം. 1946 ഒക്ടോബർ 24 മുതൽ 27 വരെയായിരുന്നു പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. പുന്നപ്ര വയലാർ എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 ഒക്ടോബർ 24 മുതൽ 27 വരെയാണ്. ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര വയലാർ. തുലാം 10 സമരം എന്നറിയപ്പെടുന്നതും ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം. പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ച ദിവാൻ ചോദിച്ചാൽ ആരാണ്? സർ CP രാമസ്വാമി അയ്യർ. പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ച ദിവാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ ആരാണ്? സർ CP രാമസ്വാമി അയ്യർ. അപ്പം അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ച ദിവാൻ ചോദിച്ചാൽ അതാരാണ്? സർ CP രാമസ്വാമി അയ്യർ. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. പുന്നപ്ര വയലാർ ദുരന്തം നടന്ന വർഷം ചോദിച്ചാൽ 1946 ഒക്ടോബറിലാണ് പുന്നപ്ര വയലാർ ദുരന്തം. പുന്നപ്ര വയലാർ ദുരന്തം 1946 ഒക്ടോബറിലാണ്. നെക്സ്റ്റ്, വയലാർ സ്റ്റാലിൻ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കറാണ്. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കർ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കർ. നെക്സ്റ്റ്, CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് KCS മണി.
CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് KCS മണി. CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് KCS മണി. നെക്സ്റ്റ്, പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് ആരാണ്? VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി ചോദിച്ചാൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. നെക്സ്റ്റ്, ഉലയ്ക്ക എന്ന നോവൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് P. കേശവദേവ് എഴുതിയ നോവലാണ് ഉലയ്ക്ക. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് P. കേശവദേവ് എഴുതിയ നോവലാണ് ഉലയ്ക്ക. അപ്പോൾ നമ്മൾ പറഞ്ഞത് പുന്നപ്ര വയലാർ സമരം 1946 നടന്നത് ആലപ്പുഴയിലാണ്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നതും പുന്നപ്ര വയലാർ സമരമാണ്. ഇനി കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്, ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങൾ നോട്ട് ചെയ്യുക. പുന്നപ്ര വയലാർ സമരകാലത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നത് ശ്രീ ചിത്തിര തിരുനാളാണ്. പുന്നപ്ര വയലാർ സമരകാലത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നത് ശ്രീ ചിത്തിര തിരുനാളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പുന്നപ്ര വയലാർ പ്രക്ഷോഭ സ്മാരകം. പുന്നപ്ര വയലാർ പ്രക്ഷോഭ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കളർക്കോടാണ്. പുന്നപ്ര വയലാർ പ്രക്ഷോഭ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കളർക്കോട്. നെക്സ്റ്റ്, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരമായിരുന്നു പുന്നപ്ര വയലാർ സമരം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരമായിരുന്നു പുന്നപ്ര വയലാർ സമരം. ഭാരത സർക്കാർ പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി അംഗീകരിച്ച വർഷം ചോദിച്ചാൽ 1998. ഭാരത സർക്കാർ പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിച്ച വർഷം 1998. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച നോവൽ ചോദിച്ചാൽ തലയോട്. നോട്ട് ചെയ്യുക, പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ നോവൽ ചോദിച്ചാൽ അത് തലയോട്. നോട്ട് ചെയ്യുക, തലയോട്. നെക്സ്റ്റ്, പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി KV മോഹൻകുമാർ രചിച്ച നോവലാണ് ഉഷ്ണരാശി. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി KV മോഹൻകുമാർ രചിച്ച നോവലാണ് ഉഷ്ണരാശി. നെക്സ്റ്റ്, പുന്നപ്ര വയലാർ സമരത്തെ അനുസ്മരിച്ച് വയലാർ ഗർജിക്കുന്നു എന്ന കൃതി രചിച്ചത് P. ഭാസ്കരനാണ്. പുന്നപ്ര വയലാർ സമരത്തെ അനുസ്മരിച്ച് വയലാർ ഗർജിക്കുന്നു എന്ന കൃതി രചിച്ചത് ആരാണ്? P. ഭാസ്കരൻ. നെക്സ്റ്റ്, പുന്നപ്ര വയലാർ സമരത്തെ ആധാരമാക്കിയിട്ട് K. സുരേന്ദ്രൻ രചിച്ച നോവലാണ് പതാക. ഏതാണ്? പതാക.